എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ഓണത്തിന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. സുമതി വളവ്, ബസൂക്ക, സർക്കിട്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് കണ്ണപ്പ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് താഴ്ന്നിര അണിനിരുന്ന സിനിമയാണ് കണ്ണപ്പ. ഈ സിനിമ നേരത്തെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ, അക്ഷയ് കുമാർ, പ്രഭാസ് തുടങ്ങിയവർ അഭിനയിച്ച ബ്രഹ്മാണ്ഡ സിനിമയാണ് കണ്ണപ്പ. ഈ ഒരു കണ്ണപ്പ മൂവി സെപ്റ്റംബർ 4 ആമസോൺ പ്രൈമിലാണ് OTT റിലീസ്, അതായത് നാളെ രാത്രി 12 മണിക്ക്. അടുത്തൊരു അപ്ഡേറ്റ് കാതികൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മുകേഷ് ഉണ്ണിമുകുന്ദനാണ് കാതികൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കാതികൻ. ഇപ്പോൾ ഇതാ സെപ്റ്റംബർ 4 മനോരമ മാക്സിലാണ് സിനിമയുടെ റിലീസ്, അതായത് നാളെ രാത്രിയാണ് കാതികൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പോലീസ് ഡേ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് പോലീസ് ഡേ നേടിയെടുത്തത്. അൻസിബ ടിനിടോമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ സെപ്റ്റംബർ 4 മനോരമ മാക്സിലാണ് OTT റിലീസ്. നാളെയാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫ്ലാസ്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൈജ് ഗ്രൂപ്പാണ് സിനിമയിലെ നായകൻ. എവറേജ് അഭിപ്രായമാണ് ഫ്ലാസ്ക് സിനിമ നേടിയെടുത്തത്. ഇപ്പോൾ ഇതാ നാളെ രാത്രി മനോരമ മാക്സിലാണ് ഫ്ലാസ്ക് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രവീന്ദ്രൻ നീ എവിടെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. സിദ്ദിഖ്, അനൂപ് മേനോൻ, ധ്യാനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണിത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് സൈനാപ്ലയിലാണ് രവീന്ദ്രൻ നീ എവിടെ എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയായിരുന്നു ഫൂട്ടേജ്. കാരണം ഇതൊരു ത്രില്ലർ സിനിമയാണ്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജിൽ നായിക. ഇപ്പോൾ ഇതാ സൺനെസ്റ്റ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഓണത്തിനാണ് ഫൂട്ടേജിൻ്റെ റിലീസ്, അതായത് സെപ്റ്റംബർ 5 ഫൂട്ടേജ് സൺനെസ്റ്റിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ഒരു സീരീസുമായി ബന്ധപ്പെട്ടതാണ്. കമ്മട്ടം എന്നാണ് സീരീസിൻ്റെ പേര്. ഇതൊരു ത്രില്ലർ സീരീസാണ്. C5 ആണ് സീരീസ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ കമ്മട്ടം എന്ന സീരീസ് സെപ്റ്റംബർ 5 OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ലോക സിനിമ വേഗത്തിൽ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. സിനിമ ഇങ്ങനെ പോയാൽ 200 കോടി അടിക്കുമെന്നത് ഉറപ്പാണ്. നസ്ലിനും കല്യാണിയുമാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കൂലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. രജനികാന്തിൻ്റെ പുതിയ സിനിമയായിരുന്നു കൂലി. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഒരുപാട് താരങ്ങൾ സിനിമയിലുണ്ടായിരുന്നു. അമീർ ഖാൻ, നാഗാർജുന, സബിൻ ഷാഹിർ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ 400 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും റിലീസാവാൻ പോവുകയാണ്. ആമസോൺ പ്രൈമാണ് കൂലിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കൂലി സിനിമ സെപ്റ്റംബർ 11 OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണിമുകുന്ദൻ്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. നല്ല അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബി നേടിയെടുത്തത്. ഫാമിലിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ നല്ല കളക്ഷൻ ഗെറ്റ് സെറ്റ് ബേബി നേടിയെടുത്തു. ഒരുപാട് കോമഡി സിനിമയിലുണ്ട്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. കാത്തിരുന്ന് മടുത്ത ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. ഓണത്തിനാണ് ഗെറ്റ് സെറ്റ് ബേബി റിലീസാവുന്നത്. സെപ്റ്റംബർ 5 മനോരമ മാക്സിൽ ഗെറ്റ് സെറ്റ് ബേബി റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക്ക തിയേറ്ററുകളിൽ പരാജയപ്പെട്ടാലും OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. കാരണം മമ്മൂട്ടിയാണ് ബസൂക്കയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ പരാജയപ്പെട്ടാലും മമ്മൂട്ടി മികച്ച ആക്ഷൻ രംഗങ്ങളാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ C5 ബസൂക്ക വരുന്നത്. C5 2 മാസം മുന്നേ തന്നെ ബസൂക്കയുടെ OTT വാങ്ങിച്ചതാണ്. പക്ഷേ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ ഇതാ സെപ്റ്റംബർ 5 ഓണത്തിനായിരിക്കും ബസൂക്ക സിനിമ OTTയിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകനായ സിനിമയായിരുന്നു സർക്കിട്ട്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. നല്ല അഭിപ്രായമാണ് സർക്കിട്ടിന് ലഭിച്ചത്. എന്നിട്ട് സിനിമ തിയേറ്ററുകളിൽ ഓടിയില്ല. ചെറിയൊരു കഥയാണ് സർക്കിട്ട് പറഞ്ഞു പോകുന്നത്. ഒരു കുട്ടിയുടെ കഥയാണ് സർക്കിട്ടിൽ വിവരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഈ ഒരു സിനിമയുടെ OTT ആമസോൺ പ്രൈം തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ അടുത്ത മാസമായിരിക്കും OTT റിലീസ്. ലാസ്റ്റത്തെ ഒരു അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഹൊറർ സിനിമയായിരുന്നു സുമതി വളവ്. എന്നാൽ അതിൽ അത്യാവശ്യം കോമഡിയുമുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ ആരാധകർ സുമതി വളവിനെ ഏറ്റെടുത്തു.
നല്ല പ്രേക്ഷക സപ്പോർട്ടാണ് സുമതി വളവിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സിനിമ തിയേറ്ററിൽ നിന്ന് OTT-യിലേക്ക് വരികയാണ്. 40 കോടിക്ക് മുകളിൽ സിനിമ തിയേറ്ററിൽ നിന്ന് നേടിയിട്ടുണ്ടായിരുന്നു. അർജുൻ അശോകനാണ് സുമതി വളവിലെ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. വേറെയും ഒരുപാട് താരങ്ങൾ സുമതി വളവിലുണ്ട്. ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സുമതി വളവ് വരുന്നത്. സെപ്റ്റംബർ മാസം 5-ന് സുമതി വളവ് റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT-ക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.